സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സുകാരുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് എല്ലാം ശരിയാണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 6 ഗതിവിധികളായിരുന്നു, അല്ലെങ്കിൽ 6 ആക്ടിവിറ്റി ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ ഗതിവിധി നമ്മൾ തീർച്ചയായും ചെയ്യേണ്ടതായിരുന്നു. ബാക്കിയുള്ള 5 നിന്ന് ഏതെങ്കിലും 4 എഴുതിയാൽ മതി. അങ്ങനെ ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്ക് വീതമാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു പാരഗ്രാഫാണ്. പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം നമുക്ക് നോക്കാം. 15 മിനിറ്റ് ടൈം നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഒക്കെ ഉണ്ടായിരുന്നു. ഗതിവിധി 1 ഒന്നാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു നോക്കാം. സൂചന ഖണ്ഡ് പഠേം അവർ പ്രശ്നോക്ക് ഉത്തർ ലിഖേ. ഇവിടെ ഒരു ഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. വിനു ഏക് ദിൻ ഹാത്തി പർ ബൈഠ്കർ ജംഗൽ ജാ രഹാ ഥാ. വിനു ഒരു ദിവസം ആനപ്പുറത്ത് ഇരുന്നു കൊണ്ട് കാട്ടിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗമാണ്. രാസ്തേ മേ ലോമഡി ഔർ ഭാലു സേ മില. വഴിയിൽ ഒരു കുറുക്കനെയും അതുപോലെ ഒരു കരടിയെയും കണ്ടുമുട്ടി. ഹലോ ബതാത്തെ ഹുയെ ആകെ ചല. ഹലോ എന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് അങ്ങനെ വിനു നീങ്ങി. ഹിരൺ ഘാസ് ഔർ ഖർഗോഷ് കേല ഖാ രഹേദേ. അങ്ങനെ പോകുമ്പോൾ വിനു കണ്ടു മാന്, പുല്ല് തിന്നുന്ന മാനിനെയും അതുപോലെ തന്നെ ഖർഗോഷ് അല്ലേ, മുയൽ വാഴപ്പഴവും തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബില്ലി ഔർ കുത്ത ഏക് സാത്ത് ഖേൽ രഹേദേ. പിന്നെ 2 പേര് കളിക്കുന്നുണ്ടായിരുന്നു. അതാരൊക്കെയാ? ബില്ലി ഔർ കുത്ത, ഒരു പൂച്ചയും ഒരു നായയും കളിച്ചുകൊണ്ടിരിക്കുന്നു. കട്ഹൽ കെ പേട് പർ ബൈഠ്കർ ബന്ദർ ടാറ്റ ബോല. പ്ലാവിലിരുന്നുകൊണ്ട് നമ്മുടെ കുരങ്ങച്ചൻ നമ്മുടെ വിനുവിന് ടാറ്റ ബോല, ടാറ്റ കൊടുത്തു. അപ്പോൾ ഇത്രയുമാണ് ഒരു ഭാഗം തന്നത്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിനു കഹാൻ ജാ രഹാ ഥാ. നമുക്കറിയാം അല്ലേ, 4 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ജംഗൽ. നമ്മുടെ ഒന്നാമത്തെ വരിയിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. അപ്പം 3ാമത്തെ ഓപ്ഷനായ ജംഗലാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിനു കിസ് പർ ബൈഠ്കർ ജാ രഹാ ഥാ. വിനു ആരുടെ പുറത്ത് കയറിയാണ് പോയിക്കൊണ്ടിരുന്നത്? അതും നമുക്കറിയാം അല്ലേ. 3ാമത്തെ ഓപ്ഷൻ ഹാത്തി പർ, ആനപ്പുറത്ത്. 3ാമത്തെ ക്വസ്റ്റ്യൻ, കോൺ കേല ഖാ രഹാ ഥാ. ആരായിരുന്നു വാഴപ്പഴം തിന്നുകയായിരുന്നു നമ്മൾ കണ്ടത്? അതും ആ വരികളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ ഖർഗോഷ്. ആരായിരുന്നു? മുയലായിരുന്നു. അതുപോലെ തന്നെ ബില്ലി ഔർ കുത്ത ക്യാ കർ രഹേദേ. അടുത്ത ക്വസ്റ്റ്യനിൽ ഇതാണ്, ബില്ലി ഔർ കുത്ത ക്യാ കർ രഹേദേ. ബില്ലിയും കുത്തയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഫസ്റ്റ് ഓപ്ഷൻ ഖേൽ രഹേദേ, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബന്ദർ കഹാം ബൈഠാ ഥാ. ബന്ദർ എവിടെയോ ഇരുന്നിട്ട് ടാറ്റ കൊടുത്തു നമ്മൾ കണ്ടല്ലോ അല്ലേ. ബന്ദർ കഹാം ബൈഠാ ഥാ. സെക്കൻഡ് ഓപ്ഷൻ കട്ഹൽ കെ പേട് പർ, പ്ലാവിലിരുന്നു കൊണ്ടാണ് നമ്മുടെ ബന്ദർ ടാറ്റ കൊടുത്തത്. അപ്പോൾ വളരെ സിമ്പിളായി ഇതിൻ്റെ ആൻസർ ഈ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ശരിയായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഗതിവിധി 2 രണ്ടാമത്തെ ആക്ടിവിറ്റി, സൂചന चांद के साथ कविता की ये पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें. ചാന്ദ് കെ സാത്ത് എന്ന കവിതയുടെ ഈ വരികൾ വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരികൾ, ചന്ദാമാമ കിത്തിന പ്യാര ചേഹര കിത്തന ഘോര കഭി മേഘമേ തും ജിപ്പ് ജാത്തെ കഭി കഭി മുസ്കാത്തെ. ഈ 4 വരി തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, കവിത കിസ്കെ ബാരെ മേ ഹേ. ഈ കവിത ആരെക്കുറിച്ചാണ്? നമുക്ക് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല അല്ലേ, നമുക്ക് വേഗം മനസ്സിലാകും. ആരെക്കുറിച്ചാ? അമ്പിളിമാമനെ കുറിച്ചല്ലേ. അപ്പോൾ ഇതിലെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? സെക്കൻഡ് ഓപ്ഷൻ ചാന്ദ് കെ ബാരെ മേ. ആരെക്കുറിച്ചാണ്? ചന്ദ്രനെ കുറിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, യഹ് ആശയ് വാലി പങ്ക്തി ചുൻകർ ലിഖേ. ഈ ആശയമുള്ള വരി കണ്ടുപിടിച്ച് എഴുതുക. അപ്പം നമുക്കൊരു ആശയം തന്നു, അതേ ആശയം വരുന്ന വരി ആ കവിതയിൽ ഏതാണെന്ന് നോക്കുക. ചന്ദാമാമ ബഡാ പ്യാരാ ഹേ. അമ്പിളിയമ്മാവൻ അല്ലെങ്കിൽ അമ്പിളിമാമൻ വളരെ സ്നേഹമുള്ളതാണ്. അപ്പോൾ അമ്പിളിമാമനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമുണ്ട് എന്ന അർത്ഥം വരുന്ന വരി അവിടെ ഏതാണ്? 1ാമത്തെ വരി അല്ലേ. അതെടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ ആൻസറായി. ചന്ദാമാമ കിത്തിന പ്യാര, അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കവിതാക്കെ ആധാർ പർ സഹി മിലാൻ കരെ.
ചേരുംപടി ചേർക്കുക. മാച്ച് ദി ഫോളോയിങ് ആണ്. ഒരു ബോക്സിൽ 3 സെൻറ്റൻസ്, ഇപ്പർ സൈഡിൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോ വരിക്കും ചേർന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം. ചന്ദാ മാമാ കാ ചേഹര, അമ്പിളി അമ്മാവിൻ്റെ മുഖം എന്താണ് നമ്മുടെ വരിയിൽ പറയുന്നുണ്ടല്ലേ. കിത്തിന ഗോര എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ്? ഗോര ഹേ, സെക്കൻഡ് ഓപ്ഷനാണ്. രണ്ടാമത്തെ വരിയും ചന്ദാ മാമ മേഘമേം, ചന്ദാ മാമ എന്ത് ചെയ്യുന്നു? മേഘത്തിൽ ഒളിച്ചിരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ മൂന്നാമത് കിടക്കുന്ന ചിപ്പ് ജാത്താ ഹേ, അതിലേക്ക് വരയ്ക്കുക, അല്ലെങ്കിൽ അതെടുത്തതിന് നേരെ എഴുതുക. മൂന്നാമത്തെ വരിയിൽ ചന്ദാ മാമ ഖബി ഖബി, ചന്ദാ മാമ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു? അതും നമ്മുടെ വരികളിൽ നോക്കിയാൽ കിട്ടും. ഫസ്റ്റത്തത് മുസ്കാത്താ ഹേ, പുഞ്ചിരിക്കുന്നു. ഇതായിരുന്നു രണ്ടാമത്തെ ഗതിവിധി. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി ഗതിവിധി 3 പോകാം. ഗതിവിധി 3 സൂചന ചിത്ര ദേക്കേം ഔർ താലിക കി പൂർത്തി കരേം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന ജീവജാലങ്ങളെയൊക്കെ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ബോക്സിൽ പാൽത്തു ജാൻവർ, നെക്സ്റ്റിൽ ജംഗലി ജാൻവർ അല്ലേ, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണ് പാൽത്തു ജാൻവർ. ജംഗലി ജാൻവർ എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ, കാട്ടിൽ വസിക്കുന്ന ജീവികളാണ്. അപ്പോൾ നമുക്ക് പാൽത്തു ജാൻവറിൽ ആരൊക്കെയാണ് വരിക, ജംഗലി ജാൻവറിൽ ഏതെല്ലാം ജീവികളാണ് വരിക എന്നുള്ളത് കണ്ടുപിടിക്കണം. ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. കുത്ത, നായയുണ്ട്. ഷേർ, സിംഹമുണ്ട്. ജിറാഫ് ഉണ്ട്. ബില്ലി, പൂച്ചയുണ്ട്. ബക്കിരി, ആടുണ്ട്. അപ്പോൾ ഏതെല്ലാമാണ് പാൽത്തു ജാൻവർ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ? കുത്ത, പിന്നെയോ ബില്ലി, പിന്നെയോ ബക്കിരി. അപ്പോൾ ഇവർ 3 പാൽത്തു ജാൻവർ ആണ്. അപ്പോൾ ജംഗലി ജാൻവറിൽ നിങ്ങൾ എന്താണ് എഴുതിയിട്ടുണ്ടാവുക? ജിറാഫ്, അതുപോലെ തന്നെ ഷേർ, ഇവ രണ്ടുമാണ്. അപ്പം മൂന്നാമത്തെ ഗതിവിധിയും എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. ഇനി നാലാമത്തെ ഗതിവിധി എന്താണെന്ന് നോക്കാം. ഗതിവിധി 4 സൂചന ഉദ്ഘോഷണ പടയും ഔർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉദ്ഘോഷണ. എന്താ ഉദ്ഘോഷണ? അറിയിപ്പ് അല്ലേ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ അറിയിപ്പ് കൊടുക്കുന്നതായിട്ട് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരു അറിയിപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായിരുന്നു ഉദ്ഘോഷണ എന്ന്. പ്യാരെ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ, 10 ജനുവരി 2024 കോ സുബഹ് 10 ബജെ, 2024 ജനുവരി 10 രാവിലെ 10 മണിക്ക് എന്താണ്? വിശ്വ ഹിന്ദി ദിവസ് സമാരോഹ് ഹോനെ വാലാ ഹെ, ലോക ഹിന്ദി ദിനം ആചരിക്കുന്നു. സബ്കാ സ്വാഗത് ഹെ, ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതായിരുന്നു ഒരു അറിയിപ്പ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കാം. വിശ്വ ഹിന്ദി ദിവസ് സമാരോഹ് കബ് ഹെ, ലോക ഹിന്ദി ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആ ബോക്സിൽ നിന്ന് കിട്ടിയല്ലോ. എന്നാണ്? 10 ജനുവരി 10. അല്ലെങ്കിൽ നിങ്ങളിപ്പം 2024 ജനുവരി 10 എന്ന് എഴുതിയാലും ഇവിടെ തെറ്റൊന്നുമില്ല. അപ്പം ഹിന്ദി ദിനം എന്നാണ്? ജനുവരി 10, ലോക ഹിന്ദി ദിനമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, അപ്പോൾ നമ്മൾ സെപ്റ്റംബർ 14 എന്താണെന്നില്ലേ, നിങ്ങൾ സെപ്റ്റംബർ 14 സ്കൂളിലൊക്കെ ആചരിച്ചിട്ടുണ്ടാകും. അത് ദേശീയ ഹിന്ദി ദിനമാണ്. ഇവിടെ തന്നിരിക്കുന്നത് ജനുവരി 10 ലോക ഹിന്ദി ദിനമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, आपके स्कूल के विश्व हिंदी दिवस समारोह के लिए एक പോസ്റ്റർ തയ്യാർ കരേം. പോസ്റ്റർ തയ്യാറാക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ലോക ഹിന്ദി ദിന ആഘോഷത്തിന് വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന ഡേറ്റ് ഒക്കെ വെക്കുക, ഒരു ദിവസത്തിൻ്റെ പേരൊക്കെ കൊടുക്കുക, എന്നിട്ട് വിശ്വ ഹിന്ദി ദിവസ് സമാരോഹ് എന്ന ഹെഡിങ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങളത് അടിപൊളിയാക്കി പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇതായിരുന്നു, അങ്ങനെ പോസ്റ്റർ തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അതുപോലെയൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അഞ്ചാമത്തെ ഗതിവിധി എന്താണെന്ന് നോക്കാം. ഖണ്ഡ് പടയും ഔർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേൻ. താഴെ ഒരു കുഞ്ഞു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെ തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമെന്നാണ്. എന്താണ് ആ വരികളിൽ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദാദാജി താടിക്കെ പേടിക്കെ പാസ് ഖേത്തോം കി ബീച്ച് ഉൻകി പ്രതീക്ഷാമേ ഖടേ തെ. മുത്തശ്ശൻ ആ പനയുടെ അടുത്തായി, വയലുകൾക്ക് നടുവിലായി അവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ദേഖത്തെ ഹി അമൽ ദൗഡ്കർ ഉൻസെ ലിപ്പട്ട് ഗയ. മുത്തശ്ശനെ കണ്ട പാടെ അമൽ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അമൽ കി പ്രതീക്ഷാമേ കോൻ ഖടേ ദേ. അമലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരായിരുന്നു അവിടെ നിന്നിരുന്നത്? നമുക്കറിയാം അല്ലേ, ദാദാജി. അതായിരുന്നു ഉത്തരം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിന്ദുओं की സഹായത से വാർത്താലാപി की പൂർത്തി करें. താഴെ തന്നിരിക്കുന്ന സഹായക സൂചനകളെ അടിസ്ഥാനമാക്കി ഈ കോൺവെർസേഷൻ ഫില്ല് ചെയ്യുക എന്നാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിരുന്നു. ഓരോ വരികൾ യോജിക്കുന്നിടത്തെടുത്ത് എഴുതുക. അത്രയും നിങ്ങൾ ചെയ്താൽ 5 മാർക്ക് അവിടെ 4 മാർക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ദാദാജി അമൽ കൈസേ ഹോ ബേട്ടാ. ദാദാജി പറഞ്ഞു അമൽ എന്തൊക്കെയുണ്ട് മോനെ എന്ന് ചോദിച്ചപ്പോൾ അമൽ അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് വലതുവശത്ത് തന്നിരിക്കുന്ന ആ ബോക്സിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതണം. ഏതായിരിക്കും? സെക്കൻഡിലെ എന്താണ്? ടിക്കുഹും ആപ് കൈസേ ഹേ. സുഖമായിരിക്കുന്നു മുത്തശ്ശ. താങ്കൾക്ക് എങ്ങനെ? മുത്തശ്ശൻ എങ്ങനെ? സുഖമാണോ എന്ന് അവൻ ചോദിക്കുകയാണ്. ദാദാജി അപ്പം ദാദാജി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? മേം ബി ടിക്കുഹും ചെന്നൈ കൈസാ ഹേ. അപ്പം അത് ലാസ്റ്റിലെ വരി എടുത്തിട്ടാണ് നമ്മൾ മൂന്നാമത് ദാദാജി പറയുന്നതായിട്ട് കൊടുക്കേണ്ടത്. അതെ ഞാൻ സുഖമായിരിക്കുന്നു. ചെന്നൈ എങ്ങനെയുണ്ട് മോനെ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നു. അപ്പോൾ അമൽ ഒരു മറുപടി പറയുന്നു. എന്താണ് അമൽ പറയുന്നത് നോക്കിയേ. മൂന്നാമത്തെ വരി എടുത്ത് എഴുതുക. അച്ഛാ ഹേ നല്ലതാണ്. ലേക്കിൻ എന്നാൽ അവൻ എന്തോ പറയാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിർത്തി. അപ്പോൾ അത് നമ്മളവിടെ കൊടുത്തു. അപ്പോൾ ദാദാജിയുടെ മറുപടി ക്യാ ഹുവാ ബേട്ടാ. എന്താ മോനെ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നു ഫസ്റ്റത്തെ വരി. അപ്പോൾ അതിന് അമലിൻ്റെ മറുപടി നമുക്ക് താഴെ തന്നെ തന്നിട്ടുണ്ട്. കോയി ദോസ്ത് ഹേ ഹി നഹി. എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ല മുത്തശ്ശ. സബി വ്യസ്ത് ഹേ. എല്ലാവരും വളരെ തിരക്കിലാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാർത്താലാപമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ഗതിവിധി എന്താണെന്ന് നമുക്ക് നോക്കാം. ഗതിവിധി സൂചന ചിത്ര ദേഖേം അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഇവിടെ കുറച്ച് ചിത്രം തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. അപ്പോൾ 1, 2, 3, 4ഓളം ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ പാഠഭാഗത്തിലുള്ളത് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഖർഗോഷ് കഹാ സോ രഹാ ഹേ. മുയൽ എവിടെയാണ് ഉറങ്ങുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഏതാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ? ഫസ്റ്റ് ഓപ്ഷൻ പേടിക്കെ നീച്ചെ. മരത്തിൻ്റെ ചുവട്ടിലാണ് മുയൽ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചിത്രോക്കെ അനുസാർ വാക്യോങ്കോ ക്രമസേ ലിഖേ. ഈ ചിത്രങ്ങൾക്കനുസരിച്ച് വാക്യങ്ങളെ ക്രമത്തിൽ എഴുതുക. കാരണം ഓർഡർ തെറ്റിച്ചിട്ടാണ് സെൻറ്റൻസുകൾ താഴെയുള്ളത്. അത് ചിത്രത്തിന് അനുയോജ്യമായി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന രീതിയിൽ നമ്മൾ ഓർഡർ ശരിയാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ചിത്രം എന്താണെന്ന് നോക്കിയേ. ഒരു മുയൽ മരച്ചുവട്ടിൽ ഉറങ്ങുന്നതാണ്. അപ്പോൾ അതിന് പറ്റിയ സെൻറ്റൻസ് താഴെ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തതാണ്. പേടിക്കെ നീച്ചെ ഖർഗോഷ് സോരഹാദ. മരച്ചുവട്ടിൽ മുയൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ചിത്രം എന്താ നോക്കിയേ. ആസ്മാൻ നീച്ചെ ഗിര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുയൽ ഓടുന്ന ഒരു ഭാഗമാണ് സെക്കൻഡിൽ. ഓടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരയുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് ഏതാണ്? ലാസ്റ്റത്തെ സെൻറ്റൻസ് അല്ലേ. ആസ്മാൻ നീച്ചെ ഗിര ഖർഗോഷ് ചില്ലാക്കർ ഭാഗ. ആകാശം വീഴുന്നേ എന്നും പറഞ്ഞ് ഖർഗോഷ് ഓടുന്നു. അതാണ് 4ാമത്തെ വരി എടുത്തിട്ട് രണ്ടാമത്തെ ചിത്രത്തിന് അനുയോജ്യമായിട്ട് കൊടുക്കുക. ഇനി 3ാമത്തെ ചിത്രം ഖർഗോഷിന് പിറകെ കുറേ ജീവികൾ ഓടുന്നതായി കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരമായി നാം എഴുതേണ്ട വരി ഏതാണ്? ഫസ്റ്റത്തെ വരി അല്ലേ. ലോമഡി ഭാലു ഹാത്തി ഹിരൺ സബ് ഖർഗോഷ് കെ പീച്ചെ ഭാഗേ. കുറുക്കനും കരടിയും ആനയും മാനും മുയലിൻ്റെ പുറകെ ഓടി എന്നുള്ള സെൻറ്റൻസ്. 4ാമത്തെ ചിത്രം നോക്കിയേ. ആ ചിത്രത്തിന് അനുയോജ്യമായ സെൻറ്റൻസ് 3ാമത്തെ വരിയിലുണ്ട്. സഭി ജാൻവർ പേടിക്കെ നീച്ചെ കഡ്ഹൽ കോ ദേക്ക് കർ ഹസ്നെ ലഗെ. എല്ലാ ജീവികളും ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് നോക്കുമ്പോൾ ചക്ക വീണ് കിടക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് 6 ആക്ടിവിറ്റിയിൽ 5 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ 25 മാർക്കും കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു? എക്സാമൊക്കെ ഈസി ആയിരുന്നോ? എത്ര മാർക്ക് കിട്ടി? കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്യാനും മറക്കരുതേ.